ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. നല്ല ചൂടൊക്കെ ഇല്ലേ, നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂളായിട്ടുള്ള കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യട്ടോ, അത്ര അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല ചൂടല്ലേ, ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റമാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലോ അതേപോലെ ഒരു പാർട്ടികളിലൊക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം. ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2 ഏത്തപ്പഴം വേണം, ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 10 രൂപയുടെ ഒരു പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 10 ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണോളം മറ്റേ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമുക്ക് ഈ ഒരു ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി, ഒരു ഏത്തപ്പഴം 4 കഷ്ണമാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ 2 പഴം ഇതേപോലെ ഒന്ന് ഒലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 പീസാക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നെയ്യിലൊന്ന് വാട്ടിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഈത്തപ്പഴം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇത്രയും നമുക്കൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ പഴം ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടോ. ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം. ആ ഒരു സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ കണ്ടില്ലേ, ഉടഞ്ഞു പോവരുത് കേട്ടോ. നമുക്കിത് കടിക്കാനായിട്ട് കിട്ടണം, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പാല് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. അതേ സെയിം അളവിൽ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ 1/2 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്, 1 ഡ്രോപ്പ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ.
ഫ്ലെയിം നല്ല പോലെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറിലേക്ക് 10 രൂപയുടെ പാൽപ്പൊടി ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഞാനിതാ കണ്ടില്ലേ, ഒരു 1/4 കപ്പ് സേമിയ, ചെറിയ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പാല് തിളച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സേമിയം നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ സേമിയം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയവും പാലും നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് നമ്മളിവിടെ 2 പിടിയോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ നമ്മുടെ ആ ഒരു ഈത്തപ്പഴമൊക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം നമ്മളിവിടെ ഡെക്കറേഷന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിത് നമ്മുടെ ആ ഒരു പഴവും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല പോലെ നമ്മുടെ പാലിലേക്കൊന്ന് സോഫ്റ്റായി വരട്ടെ കേട്ടോ. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മുടെ സേമിയൊക്കെ നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഴവും കണ്ടല്ലോ. അപ്പം ഇനി ഇതൊന്നും കൂടെ ഒന്ന് നമ്മുടെ പാലിൽ കിടന്ന് ആ ഒരു മധുരവും നമ്മുടെ ആ ഒരു ചെറിയ ആ ഒരു ഉപ്പുരസമൊക്കെ കൂടായിട്ട് നമ്മുടെ ഈ ഒരു പാലിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ ഇതൊന്നും ഇവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു കോൺഫ്ലവർ കലക്കിയ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇതാ നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്, കണ്ടല്ലോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറുകി സെറ്റായി വരും കേട്ടോ. കൈവിടാതെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇത്രയും മതി കേട്ടോ, കണ്ടില്ലേ. നമുക്കിങ്ങനെ കോരി കുടിക്കാവുന്ന രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതൊന്നും കൂടെ ഒന്നിരുന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത നമ്മുടെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ. നല്ല ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു തണുത്തതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ നൈറ്റൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ നമുക്കിതേപോലെ കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ഒന്ന് നല്ലപോലെ തണുത്ത് 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഐറ്റം നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ, ഞാനിവിടെ ഫ്രീസറിലാണ് വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കൂളായിട്ടുണ്ട്. ഒത്തിരി കൂളായിട്ട് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂറാണ് മാക്സിമം നമ്മൾ
ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ച് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള നല്ല കിടിലനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കഴിക്കാം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ പറയണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.